സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയൊക്കെയാണ്? ഞാനിപ്പോൾ ഉള്ളത് വിംസ് ആശുപത്രിയിലാണ്. ഇവിടെ നിലവിൽ 7 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. നേരത്തെ 2 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഒരാളെ കൂടി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി, ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരാളുടെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണ് എന്നിപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ഈ മുഖ്യമന്ത്രി VD സതീശനും ഈ സംഭവ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വിംസ് ആശുപത്രിയിലേക്ക് ചികിത്സയിൽ കഴിയുന്നവരെ കാണാനായി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മറ്റ് ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ 5 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന നേരത്തെ ഈ ചികിത്സയിൽ കഴിയുന്നവരിൽ ഒരാളായ ഈ കമ്പനിയുടെ സൈറ്റ് സൂപ്പർവൈസർ കൂടിയായ മലയാളിയായ കുഞ്ചു നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ പെട്ടെന്നുണ്ടായ ഒരു അപകടമായിരുന്നു. ഒരു സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് താനും കൂടി അപകടത്തിൽപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് വനമേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ്. കമ്പനി മണ്ണ് കൂട്ടിയിട്ട ഭാഗത്തല്ല. മാത്രമല്ല ഈ മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ കമ്പനി പലതവണ ആവശ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രതികരണം കൂടി വരുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ മണ്ണ് മാറ്റണമെന്നെല്ലാമുള്ള ആവശ്യം കമ്പനി ഉന്നയിച്ചെങ്കിലും അതിൽ കൃത്യമായ ഇടപെടൽ, സമയബന്ധിതമായ ഇടപെടൽ നടത്താൻ ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾക്കോ അതോടൊപ്പം തന്നെ സർക്കാരിന് സാധിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന് ഉൾപ്പെടെ സാധിച്ചിട്ടില്ല എന്നുള്ള പോരായ്മ, അതിന് കൂടുതൽ തെളിവുകൾ കൂടിയാണ് ഇവരുടെ പ്രതികരണങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. ഏതായാലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരച്ചിൽ പൂർത്തിയാകുമെന്നാണ് രാവിലെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ വളരെ മന്ദഗതിയിലാണ് അത് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പൂർത്തിയാകാൻ, പൂർണ്ണമായി മണ്ണ് മാറ്റുന്ന പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.